എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോകുന്നത്. പറഞ്ഞു പറഞ്ഞ് ഈ ഒരു വർഷവും തീരാൻ വേണ്ടി പോവുകയാണ്. ഡിസംബറോട് കൂടി ഇവിടെ അക്കാദമിക് ഇയർ എൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ PD ആണ്, അതിനുവേണ്ടിയാണ് പോകുന്നത്. ഒരു അധ്യയന വർഷത്തിൽ 3 PD ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് അവസാനത്തെ PD ആണ്. അങ്ങനെ രാവിലെ തന്നെ പോവാണ് കേട്ടോ. സാറ്റർഡേ ഒരു അവധി ദിവസമായിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയാൽ ഇവർ സമ്മതിക്കില്ല കേട്ടോ. അപ്പോഴാണ് ഈ ഒരു PD പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ നേരെ സ്കൂളിലോട്ട് പോവുകയാണ്. PD എന്താണെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഈ ഒരു PD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഈ വർഷത്തെ PD ഇവിടെ കഴിയുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. റെമിറ്റൻസ് ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു വീഡിയോക്കിടയിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു, സാലറി ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ജോലി ചെയ്യുന്നത്, മതിയാക്കിയിട്ട് നാട്ടിലോട്ട് പോയിക്കൂടെ എന്നുള്ളത്. മതിയാക്കാന്ന് പറയുമ്പോൾ ഇത് വേറൊരു രാജ്യമാണ്. ഇവിടെ നമുക്ക് റിസൈൻ ചെയ്യണമെങ്കിൽ അതിനായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇന്ന് ജോലി മതിയാക്കി നാളെ നമുക്ക് നാട്ടിലോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ജോലി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3 മാസം മുമ്പ് തന്നെ നമ്മളുടെ എംപ്ലോയറിന് പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെ ഇൻഫോം ചെയ്യണം. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കാന്നുള്ളതല്ലല്ലോ, അതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താന്നുള്ളതല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്രൂപ്പ് ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ് നല്ല സ്മൂത്തായി പോകുന്നുണ്ടായിരുന്നു. ഉണ്ണിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഉണ്ണി വീട്ടിലായിരുന്നു. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു സാലറി റെമിറ്റൻസ് ഇഷ്യൂ വന്നതിന് ശേഷം മൈൻഡൊന്നും അത്ര ശരിയാവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാത്തത്. എന്തോ എല്ലാം യാന്ത്രികമായിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്കൂളിൽ പഴയതുപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ക്ലാസ്സുകൾ നോർമലായി നടക്കുന്നുണ്ട്, PD നടക്കുന്നുണ്ട്, എല്ലാം പഴയതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മുടെ മനസ്സ് അത്രയൊന്നും ഓക്കെ ആയി വരുന്നില്ല. കാരണം നമുക്ക് കിട്ടുന്ന സാലറി നമുക്ക് നാട്ടിലോട്ട് അയക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടീഷർട്ടിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ പുതിയ യൂണിഫോമാണ്, സ്റ്റാഫ് യൂണിഫോമാണ് കേട്ടോ. അതാണ് ഞാൻ PDക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ടൈമിലും കൂടി ഇടാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ കളർ ഇഷ്ടമായോ എന്നുള്ളത്. അങ്ങനെ PD ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഈ ക്ലാപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഉഷാറില്ലാതെ തന്നെ ഞാൻ ക്ലാപ്പൊക്കെ അടിക്കുന്നത്. കാരണം എനിക്ക് വല്ലാത്ത ടെൻഷനാണ് കുറച്ച് ദിവസങ്ങളായിട്ട്, സാലറി അയക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ ഈ വർഷത്തെ PD ഇവിടെ കഴിയാണ്. അടുത്ത വർഷം ഒരു PD അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കിപ്പോഴും കൺഫേം അല്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോകട്ടെ. അപ്പോൾ ഇതായിരുന്നു ഫുഡ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ ദിയ സൈനിങ് ഓഫ്.